വെൽക്കം ബാക്ക് ടു പുതിയൊരു വ്ളോഗ്. അപ്പോൾ ഇത് ഇന്നൊരു സൺഡേ അല്ലേ, അപ്പം ഇന്ന് ഓഫ് ഡേ ആണ് കേട്ടോ, ഒന്നും ഡ്യൂട്ടി ഇല്ല. അപ്പം ഞാൻ അങ്ങനെ ഓർത്തു ബാംഗ്ലൂരിലുള്ള ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ എന്ന്. അപ്പം കാണാം. അപ്പോൾ എൻ്റെ ഒരു ദിവസം, ഒരു സൺഡേ ഞാൻ എങ്ങനെയൊക്കെയാണ് ചിലവഴിക്കുന്നത്, എന്തെല്ലാമാണ് ചെയ്യുന്നത് എന്നെല്ലാം നമുക്ക് ഇന്ന് വീഡിയോയിൽ കാണാം. ഫസ്റ്റ് എൻ്റെ സൺഡേൻ്റെ സ്റ്റാർട്ടിങ് ഇതാണ്. എണീറ്റ ഉടനെ തന്നെ ബെഡൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. ആ ബെഡ് അങ്ങനെ ക്ലീനായി കിടക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ്. പുതപ്പൊക്കെ മാറ്റി വെച്ച് എല്ലാം അതിൻ്റെതായ സ്ഥാനത്തങ്ങ് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ മനസ്സും എല്ലാം ഒന്ന് ഓക്കെ ആയതുപോലെ തോന്നും, ഒരു പോസിറ്റീവ് വൈബ് ഉള്ളതുപോലെ തോന്നും. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഈ ജനലൊക്കെ ഒന്ന് തുറക്കുക. ജനൽ ഡോറെല്ലാം ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള ലൈറ്റും എല്ലാം ഇങ്ങനെ കാറ്റെല്ലാം അങ്ങനെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. നമ്മൾ അടച്ചിട്ട ഈ റൂമിൽ ഇങ്ങനെ അത് നമുക്ക് കിട്ടുമ്പോൾ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പുറത്തത്തെ കാഴ്ച. നമ്മളെ റൂമിൻ്റെ ഡോറ് നേരെ തുറന്നാൽ കാണുന്ന കാഴ്ചയാണിത്. സെക്കൻഡ് ഫ്ലോറിലാട്ടോ നമ്മളുള്ളത്. മേലോട്ടെല്ലാം ഫ്ലോറുണ്ട്. ആ സൈഡ് ഫുള്ള് കമ്പനീസാണ്. ഒരു ദിവസം ഞാൻ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് എല്ലാ കാഴ്ചകളും കാണിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി വൈബാണ് മുകളിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ റൂം. ആകെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ പണി തുടങ്ങാം കേട്ടോ. ഫസ്റ്റ് തന്നെ സ്വയം ഫ്രഷ് ആവാൻ പല്ലൊക്കെ തേച്ച് ഒന്ന് ഫേസ് വാഷൊക്കെ ചെയ്ത് എന്നിട്ടാണ് ബാക്കിയുള്ള പണികളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഫ്രഷായി കഴിഞ്ഞാൽ പിന്നത്തെ പരിപാടി കുറച്ച് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. മോർണിംഗിൽ ചായ കുടിക്കുന്ന ശീലം എനിക്കില്ല കേട്ടോ, വെള്ളമാണ് കുടിക്കാറ്. ഫസ്റ്റ് ഓഫ് ഓൾ വലിയ ടാസ്ക് എന്ന് പറയുന്നത് നമ്മളെ റൂം ക്ലീനിങ് ആട്ടോ. ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ പോക്കും വരവും എല്ലാം കൂടി ആകുമ്പോഴേക്കും അങ്ങ് റൂം അങ്ങ് ആകെ കച്ചറയാവും. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലും ഫുൾ ടയേർഡാവും. അതുകൊണ്ട് തന്നെ സൺഡേ ആണ് ഫുള്ള് റീസെറ്റ് ചെയ്യുന്നത്, എല്ലാ ക്ലീനിങ്ങും എല്ലാം ചെയ്യുന്നത്. സൺഡേ ആണ് കേട്ടോ ഇവിടെ ബാംഗ്ലൂരിൽ ജീവിക്കുന്ന എല്ലാ എംപ്ലോയീസിൻ്റെയും സ്പെഷ്യലായിട്ടുള്ള ഒരു ഡേ സൺഡേ ആണ്. കാരണം സെൽഫ് കെയർ, റെസ്റ്റ് എല്ലാം അലാറമില്ലാത്തൊരു ദിവസം. അങ്ങനെ ഇഷ്ടമുള്ള ടൈമിൽ എണീക്കുന്നു, ഇഷ്ടമുള്ളപ്പോൾ ഫുഡ് കഴിക്കുന്നു, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുന്നു, എല്ലാം സൺഡേ ആണ്. അപ്പം ദോശ കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ് ഇന്ന്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി സ്കിപ്പായി. അപ്പോൾ ലഞ്ചിനും ഡിന്നറിനും വേണ്ടിയിട്ട് ഞാൻ ദോശമാവ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ദോശമാവ് വന്നിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. അതേ നമ്മളെ വർക്കിൻ്റെ ഇടയിൽ സെറ്റോന്ന് ഓർഡർ ചെയ്ത് സാധനം വന്നിട്ടുണ്ട് കേട്ടോ. ഓർഡർ മേടിക്കാൻ പോവാം. താഴെ വന്നിട്ടുണ്ട്. നമ്മൾ സാധനം കിട്ടി കേട്ടോ. നമുക്ക് ദോശ ഉണ്ടാക്കാം. നമ്മൾ നല്ല വേണ്ടിക്കാം. ചോക്ലേറ്റ് നമുക്ക് കഴിക്കാം. അതിൻ്റെ ഇടയിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായിട്ടോ. ഞാൻ സെപ്റ്റോയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദോശമാവൊക്കെ സെപ്റ്റോയിലായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നേരം ഓർഡറെല്ലാം ഡെലിവേർഡായി കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പം ദോശ ബാറ്റർ എല്ലാം എക്സ്പയർഡ് ആയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കംപ്ലൈൻറ്റ് ചെയ്ത് എല്ലാം റിട്ടേൺ വന്ന് ഒക്കെ ആയപ്പോഴേക്കും ടൈം ഒരുപാട് ലേറ്റായി. അതുകൊണ്ട് തന്നെ ഭയങ്കര വിശപ്പുണ്ടായിരുന്നു എനിക്ക്. വേഗം ദോശ ഉണ്ടാക്കി അങ്ങ് കഴിക്കാണ്ടായി. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അലക്കാനുള്ള ഡ്രസ്സെല്ലാം കൊണ്ടുപോകാം കേട്ടോ. അവിടെ വാഷിംഗ് മെഷീനൊന്നുമില്ല, നമ്മൾ കൈകൊണ്ട് വേണം അലക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം കഴിഞ്ഞ് ഹെയറിൽ എണ്ണയൊക്കെ തേച്ച് ഒരു ചെറിയൊരു ഹെയർ പാക്ക് ഇടാമെന്ന് ഓർത്തു. ഞാൻ എല്ലാ വീക്കെൻഡിലും ചെയ്യുന്നൊരു ഹെയർ പാക്കാണിത്. ഫ്രഷ് ആവാനുണ്ട്. നല്ല സൺഡേ നല്ല അടിപൊളി ഡീപ്പ് ബാത്താണ് ഉണ്ടാവുക കേട്ടോ. നല്ല ഹെയർ പാക്കും ഫേസ് പാക്കൊക്കെ ഇട്ടിട്ടുള്ള കുളിയാണ് കുളിക്കാറ്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള ചെമ്പരത്തി താളി പൗഡർ ഇല്ലേ, അതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഹെയർ പാക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നമുക്ക് ഇവിടെ ഒറിജിനൽ കിട്ടുകയൊക്കെ ചെയ്യാം, പക്ഷെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തില്ല. അപ്പോൾ പൗഡർ ഇതാണ്. നമുക്ക് ആവശ്യത്തിന് ഒരു പാത്രത്തിലോട്ട് എടുക്കുക. നമുക്ക് വേണ്ടത്ര വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. കൺസിസ്റ്റൻസി നല്ല ലൂസും ആവരുത്, നല്ല ടൈറ്റും ആവരുത്. പേസ്റ്റ് കൺസിസ്റ്റൻസിയാണ് നമ്മൾ ഹെയർ പാക്ക് ആയിട്ട് ഇടാൻ ബെറ്റർ. ഓക്കെ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. നല്ല തിക്കും അല്ല, നല്ല പേസ്റ്റും അല്ലാത്തൊരു കൺസിസ്റ്റൻസി. നമുക്ക് കൈകൊണ്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാം.
ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.